ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ 19th ക്വസ്റ്റ്യനാണ്. 19ാമത്തെ ചോദ്യം. 200 logs are stacked in the following manner. 20 logs in the bottom row, 19 in the next row, 18 in the row next to it, and so on. The figure 5.5 അവിടെ തന്നിട്ടുണ്ട്. ഇൻ ഹൗ മെനി റോസ് ആർ ദ 200 logs placed ആൻഡ് ഹൗ മെനി ലോഗ്സ് ആർ ഇൻ ദ ടോപ്പ് റോ. ഇവിടെ നമുക്ക് ടോട്ടൽ എണ്ണം 200 logs ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹൗ മെനി റോസ്, അതായത് എത്ര റോകളുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അതിനകത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ നമ്പർ ഓഫ് റോസ് അത് n അതാണ് കണ്ടുപിടിക്കേണ്ടത്. 200 logs നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ 20 logs ഇൻ ദ ബോട്ടം റോ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്. 19 ഇൻ ദ നെക്സ്റ്റ് റോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പിന്നെ ടോപ്പ് റോയിൽ എത്ര ലോഗ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടൈം nth ടൈം എന്നും കണ്ടുപിടിക്കണം, nth ടൈമും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഡി ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് റോയിൽ 19 ആണ്. അപ്പോൾ 19 മൈനസ് 20 ഈക്വൽ ടു -1. കാരണം ഏറ്റവും അടിയിലുള്ള റോയിലാണ് 20 ഉള്ളത്. പിന്നെ മുകളിലേക്ക് പോകുന്തോറും ഈ മരം അടുക്കി വെച്ച് കഴിയുമ്പോൾ 1 വീതം കുറഞ്ഞാണ് വരുന്നത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് SN സമ്മ് എത്രയാണ് എന്നെന്ന് അറിയത്തില്ല. SN സമ്മ് നമുക്ക് തന്നിരിക്കുന്നത് 200 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ വലിയ പടമെല്ലാം കൊടുത്ത് കുറേ തടിയടിക്ക് വെച്ച് വലിയ ക്വസ്റ്റ്യൻ പോലെ തോന്നിയാലും നമുക്ക് ആ ക്വസ്റ്റ്യനകത്ത് തന്നെ എല്ലാ കാര്യം ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യേണ്ടി വരും. ആ ഒരു മെത്തേഡും കൂടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ബാക്കിയല്ല, നമുക്ക് എന്നും ഇല്ല, nth ടൈമും ഇല്ല. അപ്പോൾ നമുക്ക് nth ടൈമും കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് n ഈസ് ഈക്വൽ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. അതുപോലെ nth ടൈം AN, അതായത് ഫസ്റ്റ് ടൈം 20 ആണ്. എത്രാമത്തെ റോ ആണോ ഉള്ളത് ആ ലാസ്റ്റ് റോയിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും തന്നിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എടുത്തെഴുതി. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന SN പോലെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം അവിടെ ഉണ്ടാവും. അതിൽ നിന്നും നമുക്ക് അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ വഴി തെളിഞ്ഞോളും. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള എന്താണോ അത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് ആകെ ഇത്രയും കാര്യങ്ങൾ അറിയാം. അറിയാം, D അറിയാം. ഇതാണ് നമുക്കിപ്പം D അറിയില്ല, D കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം അവിടെ ഉണ്ട്. നമ്മൾ D കണ്ടുപിടിച്ച് വെച്ചു. ഇത് നമുക്ക് തന്നിരിക്കുന്ന SN ആണ്. സം ഓഫ് എത്രയോ ടേംസ്, എത്ര ടേംസ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഏതായാലും നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ എഴുതാം. SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ലാസ്റ്റ് ടൈം ഒന്നും അറിയില്ല, അതുകൊണ്ട് നമുക്ക് 2a പ്ലസ് n-1 ഇൻറ്റു D എന്നുള്ള ഇക്വേഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ ഈക്വൽ ടു നമുക്കിതിന് അറിയാവുന്ന വാല്യൂ കൊടുക്കാം. n അറിയില്ല, അപ്പോൾ n/2 എന്ന് തന്നെ എഴുതി. n/2 ഇൻറ്റു 2a, നമുക്ക് a അറിയാം, 2 ഇൻറ്റു 20 പ്ലസ് n-1 ഇൻറ്റു D നമുക്കറിയാം -1 ഈക്വൽ ടു ആകെ 200 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തന്നെ 200 logs ആർ സ്റ്റാക്ഡ് ഇൻ ദ ഫോളോയിങ് മാനർ. അപ്പോൾ ടോട്ടൽ ഈ മരക്കഷ്ണത്തിൻ്റെ എണ്ണം 200 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈക്വൽ ടു 200. ഇനി n/2 ഇൻറ്റു 2 ഇൻറ്റു 20 നമുക്ക് 40 ആണെന്നറിയാം. 40 പ്ലസ് n-1 ഇൻറ്റു -1 ഇൻറ്റു n മൈനസ് n പ്ലസ്, അതായത് -1 ഇൻറ്റു -1 ചെയ്യണം, അതുകൊണ്ടാണ് അവിടെ പ്ലസ് ഇട്ടത്. അപ്പോൾ -1 ഇൻറ്റു n മൈനസ് n -1 ഇൻറ്റു -1 പ്ലസ് 1 ഈക്വൽ ടു 200 എന്ന് എഴുതി വെച്ചു. അപ്പോൾ n/2 ഇൻറ്റു 40 പ്ലസ് ഈ 1 നമുക്ക് കൂട്ടാം. 41 മൈനസ് n എന്ന് കിട്ടും, ഈക്വൽ ടു 200. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 കൊണ്ട് സാധാരണ കണക്കിലൊക്കെ നമ്മൾ 2 കൊണ്ട് കട്ട് ചെയ്ത് നോക്കുമായിരുന്നു. ഇവിടെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഈ 2 നമുക്കെടുത്ത് അപ്പുറത്ത് ഉണ്ടാവും.
അപ്പോൾ n ഇൻറ്റു 41 മൈനസ് n ഈക്വൽ ടു 200 ഇൻറ്റു 2, കാരണം ഇവിടെ ഡിവൈഡ് ബൈ 2 ആണ്. പിന്നെ നമുക്ക് ഇക്വേഷൻ ആക്കാം. അതായത് 41n മൈനസ് n സ്ക്വയർ ഈക്വൽ ടു 400 നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ n സ്ക്വയർ മൈനസ് ആണ്. വേണമെങ്കിൽ ഈ ടൈമിനെ മൊത്തം എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് n സ്ക്വയർ പോസിറ്റീവ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ പല കണക്കിലും അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്തപ്പോഴും ആ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ n സ്ക്വയറിന് നമുക്ക് പോസിറ്റീവ് കിട്ടാൻ വേണ്ടി ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ -41n പ്ലസ് n സ്ക്വയർ ഈക്വൽ ടു -400 നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ മാറ്റുന്നു. അപ്പോൾ n സ്ക്വയർ ആദ്യം എഴുതാം. n സ്ക്വയർ -41n, ഈ 400നെ -400നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവും. അപ്പോൾ പ്ലസ് 400 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്, സ്പ്ലിറ്റ് ചെയ്ത മിഡിൽ ടേം ഉണ്ട്, കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഫോർമുലയുണ്ട്. നമുക്കിവിടെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡൊക്കെ എടുക്കണമെങ്കിൽ ഈ 41 പകുതി എടുത്തിട്ട് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്, കാരണം അവിടെയൊക്കെ ഫ്രാക്ഷൻ ഡെസിമലൊക്കെ വരും. അപ്പോൾ നമ്മൾ പിന്നെയുള്ളത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഈ 400 വരുമ്പോൾ 400 അവിടെ ഏകദേശം ഒരു 25 × 60 എന്നൊക്കെ നമുക്ക് ആൻസർ വരിക. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് മനസ്സിൽ കണ്ടുപിടിക്കാൻ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് ആ വഴിക്ക് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ കണ്ടുപിടിക്കാൻ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഞാൻ ക്വാഡ്രാറ്റിക് ഫോർമുല തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഇവിടെ നമ്മൾ x ഈക്വൽ ടു എന്നാണ് പഠിച്ചത്. ഇവിടെ നമ്മുടെ വേരിയബിൾ n ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. പിന്നെ നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ ഇക്വേഷനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യം a ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, a എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം a അല്ല, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ്റെ a, അതായത് n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ a എന്നെടുത്തേക്കുന്നത്, അത് 1 ആണ്. b ഈക്വൽ ടു -41, അതുപോലെ c ഈക്വൽ ടു 400 ആണ്. ഇത്രയും നമ്മൾ എഴുതി. ഇനി ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു -b മൈനസ് ഓഫ് -41, അതായത് 41 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ, b 41 ആണ്, അപ്പോൾ -41 സ്ക്വയർ, സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. b സ്ക്വയർ മൈനസ് 4ac, 4 ഇൻറ്റു എയുടെ 1 ആണ്, 1 ഇൻറ്റു c അവിടെ 400 ആണ്, 400 ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു 1 ഈക്വൽ ടു 41 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ, 41ൻ്റെ സ്ക്വയർ 1681 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 400, 4 ഇൻറ്റു 4 1600, 1600 ഡിവൈഡഡ് ബൈ 2, 2 ഇൻറ്റു 1 2 ഈക്വൽ ടു 41 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1681 മൈനസ് 1681 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 41 പ്ലസ് ഓർ മൈനസ് റൂട്ട് 81 9 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 41 പ്ലസ് 9 ബൈ 2 ഓർ 41 മൈനസ് 9 ഡിവൈഡ് ബൈ 2 equal to 41 plus 9 50 by 2 25 or 41 minus 9 32 divided by 2 equal to 16 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ n is equal to 25 or n is equal to 16 എന്ന് കിട്ടി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി വേണ്ടത് nth ടേം. In how many rows are the 200 logs are placed and how many logs are in the top row? അപ്പോൾ ടോപ്പ് റോയിലെ
എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, nth ടേം. അപ്പോൾ an is equal to a plus n minus 1 into d ആണ്. ഈക്വൽ ടു a നമുക്കറിയാം 20 ആണ്. 20 പ്ലസ് n minus 1 into d. അപ്പോൾ ഇവിടെ നമുക്ക് when n is equal to 25 എന്ന് എഴുതാം. അപ്പോൾ a 25 16 നമുക്ക് ചെയ്ത് നോക്കണം. കാരണം 25 ആണോ 16 ആണോ, രണ്ട് ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് കറക്റ്റ്? nth ടൈമിന് 16 ആയാലും 25 ആയാലും 200 ലോസ് കിട്ടുന്നത് ശരിയാണ്, സമ്മിൻ്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് ടൈമും രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ a 25 ആണെങ്കിൽ 20 പ്ലസ് n മൈനസ് 1, അതായത് 25 മൈനസ് 1 24 ഇൻറ്റു d നമുക്ക് മൈനസ് 1 ഈക്വൽ ടു 20 പ്ലസ് 24 ഇൻറ്റു മൈനസ് 1, അപ്പോൾ മൈനസ് 24 ഈക്വൽ ടു 20 മൈനസ് 24 മൈനസ് 4 ആണ്. അപ്പോൾ a 25 ഈക്വൽ ടു മൈനസ് 4 ആണ് ആൻസർ കിട്ടിയത്. പക്ഷേ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്പർ ഓഫ് ലോഗ്സ് ഒരിക്കലും മൈനസ് ആവാൻ പറ്റില്ല, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് n-ന് 16 ആണെങ്കിൽ when n is equal to 16, a 16 equal to a plus 16 minus 1 into d ആണ്. ഈക്വൽ ടു എയുടെ വാല്യൂ 20 ആണ്. 20 പ്ലസ് 16 മൈനസ് 1 15 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു 20 മൈനസ് 15 ആണ് കിട്ടും. അത് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇവിടെ a 16 ഈക്വൽ ടു 5 എന്ന് കിട്ടി. a 16 ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നമുക്ക് n കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് 16 ആണ്. Thus, there are 16 rows and there are 5 logs at the top row. ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആകെ 16 റോസ് ഉണ്ട്. അതുപോലെ ടോപ്പ് റോയിൽ 5 ലോഗ്സ് ആണ് ഉള്ളത്. n മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 25 എടുക്കാമായിരുന്നു. പക്ഷേ 25 എടുത്താൽ നമുക്ക് nth ടൈം കിട്ടും. പക്ഷേ ഇവിടെ എണ്ണമാണ്, അതുകൊണ്ട് കറക്റ്റ് നമുക്ക് സാധാരണ നമ്പേഴ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ 2 വാല്യൂ നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ ഒരിക്കലും ആ നമ്പർ ഓഫ് ലോഗ്സ് ഒരിക്കലും മൈനസ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 25 എന്നുള്ള ആ ടൈം നമ്മൾ മാറ്റി. അപ്പോൾ നമുക്ക് -4 ആണ് കിട്ടിയത്. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വാല്യൂ നോക്കുന്നു. n is equal to 16 കൊടുത്തു. അപ്പോൾ 16 കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് ടൈം 16th ടൈം 5 എന്നാണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ടൈം 20 ആണ്. അപ്പോൾ 20 ലോഗ്സ് ബോട്ടം റോയിൽ 20 ലോഗ്സ് ഉണ്ട്. 1 വീതം കുറഞ്ഞു വരുന്നു. അങ്ങനെ 16 റോസ്. ഇവിടെ 16 ടേംസ് ആണെന്ന് പറയാം. നമുക്ക് അടുത്ത വേണ്ടി പ്രോഗ്രഷൻ എടുത്തപ്പോൾ അപ്പോൾ 16 ടൈംസിൽ 16ാമത്തെ, അതായത് ഏറ്റവും ടോപ്പിലുള്ള റോയിൽ 5 ലോഗ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ nth ടൈമും n-ഉം കണ്ടുപിടിച്ചു. ആകെ എണ്ണവും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു.